നമസ്കാരം. ഞാൻ ഒരു പ്രത്യേക കാര്യം ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം, കോവിഡിന് ശേഷം നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സാഹചര്യത്തിൽ നമ്മുടെ നോമ്പുകാലം എത്തിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികളും മുതിർന്നവർക്കും ഈ സമയങ്ങളിൽ ഒരു ക്ഷീണം ഇല്ലാതിരിക്കാൻ, കാരണം അവരുടെ എക്സാം സമയമൊക്കെയാണ്, അവർക്കൊരു ക്ഷീണം ഇല്ലാതിരിക്കാനും നമ്മുടെ പേരൻസിനൊന്നും ഒരു ക്ഷീണമില്ലാതെ ഈ നോമ്പുകാലം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒന്ന് രണ്ട് ഉൽപ്പന്നങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഫസ്റ്റ് ഞാൻ പരിചയപ്പെടുന്ന ഉൽപ്പന്നമാണ് 95 ഹെൽത്ത് ഡ്രിങ്ക്. ഇത് രാവിലെ തന്നെ വെറും വയറ്റില് ഒരു പൗച്ച് നിങ്ങൾ കട്ട് ചെയ്യുക, അതിനുശേഷം ഒരു ഗ്ലാസ്സിലേക്ക് വയ്ക്കാം. 150 ml മുതൽ 200 ml വരെ വെള്ളം, അത് ശുദ്ധമായ വെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ മിക്സ് ചെയ്തതിനു ശേഷം കഴിച്ചു കഴിഞ്ഞാൽ അവൾ നല്ല എനർജി ഉണ്ടാവും. 18 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് കഴിക്കാവുന്നതാണ്. അവർക്ക് നല്ല ഹെൽത്തിയോട് കൂടി ഒരു ദിവസം മുഴുവൻ ഇരിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ എന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിന് ശേഷം ന്യൂട്രൽ ലൈഫ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഇത് കൊടുക്കേണ്ടതാണ്. കാരണം അവരുടെ എക്സാമിനേഷൻ ഒക്കെ പോകുമ്പോൾ അവർക്ക് ക്ഷീണമൊന്നും തളർച്ചയൊന്നും ഉണ്ടാവില്ല. അവർക്ക് ആവശ്യമായ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഇതിലുണ്ട്. ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. പാലിലോ ജ്യൂസിലോ എങ്ങനെ വേണമെങ്കിലും, സാധാരണ വെള്ളത്തിൽ എങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാവുന്ന ന്യൂട്രൽ ലൈഫ്. ഇത് രണ്ടും ഒന്ന് ഭക്ഷണത്തിന് മുമ്പും ഇത് ഭക്ഷണത്തിന് ശേഷവും കഴിക്കുക. കൂടാതെ വൈകിട്ട് ഈ പറഞ്ഞ രീതിയിൽ നമ്മളെ സ്പൈറുലിന ഗോൾഡ് ഒരു ക്യാപ്സൂള് ഭക്ഷണത്തിന് ശേഷം സ്പൈറുലിന ഗോൾഡ് കഴിച്ചു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് യാതൊരു ക്ഷീണോ തളർച്ചയൊന്നും ഇല്ലാതെ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് മുതിർന്നവർക്കും ഉള്ളതായിരിക്കും. 18 വയസ്സ് കഴിഞ്ഞവർ കഴിക്കേണ്ട ഉൽപ്പന്നങ്ങളാണ് ഇത് രണ്ടും. ഇത് കുട്ടികൾക്കെല്ലാം കഴിക്കാവുന്നതാണ്. കുട്ടികൾക്ക് മറ്റൊരു സാധനം കൂടി നിങ്ങൾ കൊടുക്കണം, കവചപ്രാശം. കുട്ടികൾക്ക് ഈ കവചപ്രാശം ഭക്ഷണത്തിന് ശേഷം കവചപ്രാശം ഇതും ഇതുപോലെ രണ്ടും കൊടുക്കാം. ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ വൈകിട്ടും ഭക്ഷണത്തിന് ശേഷം കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ നല്ല എനർജിയോടെ ഇരിക്കും. എക്സാമിനേഷൻ സമയമാണ്. സ്കൂളിൽ പോകുന്ന കോളേജിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ തന്നെ ഒരു ക്ഷീണമില്ലാതെ ഈ കാലഘട്ടത്തിൽ വളരെ ഭംഗിയായിട്ട് പോകാൻ കഴിയും. അപ്പോ ഓർമ്മപ്പെടുത്തുന്നു, ഈ ഉൽപ്പന്നങ്ങൾ കഴിക്കുക, വളരെ ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ഈ റംസാൻ കാലം വളരെ അടിപൊളിയാക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.